അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ വഅദല്ലാഹുല്ലദീന ആമനു, അവിടെ വെച്ച് പറയാം അതിന്റെ സ്വഭാവമൊക്കെ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളലി. ഇനി പറയുന്നു വല്ലദീന യബ്തഗൂനൽ കിതാബ്, അടിമകൾ നിങ്ങളുടെ കയ്യിൽ അടിമകളായിരിക്കെ തന്നെ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എന്നാൽ നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ അടിമച്ചങ്ങലയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, അവർ കരാറ് പത്രം എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വല്ലദീന യബ്തഗൂനൽ കിതാബ്, കരാറ് പത്രം എഴുതാൻ ആഗ്രഹിക്കുന്ന അടിമകൾ, മിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അധീനത്തിലുള്ള അടിമകളിൽ നിന്ന് കരാറ് പത്രം എഴുതാൻ ആഗ്രഹിക്കുന്നവർ, ഫകാതിബൂഹും, അവരോട് നിങ്ങൾ കരാറ് പത്രം എഴുതുക. ഇൻ അലിംതും ഫീഹിം ഖൈറാ, അവരിൽ നിങ്ങൾ നന്മ അറിയുന്നുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കരാർ പത്രം എഴുതാവുന്നതാണ്. ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറാ, അതിൽ ഡിമാൻഡാണ്. ആ ഒരു ഡിമാൻഡ് അല്ലാഹു അവിടെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അടിമ ഇത്ര തീയതിക്കുള്ളിൽ ഇത്ര സംഖ്യ അടക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഓരോ വീട്ടിലും കയറിയിട്ട് ഇങ്ങനെ ഇരക്കുകയാണ് അടിമത്വ മോചനത്തിന് വേണ്ടി. അങ്ങനെ ജനങ്ങൾക്കൊരു ഭാരാകുന്ന രൂപത്തില് അങ്ങനെ ആവരുത്. ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു. ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ എന്നതിനെ ഞാൻ വിശദീകരിച്ചു തരാം. ഇൻ അലിംതും ഫീഹിം ഹിർഫ, അവർ പണിയെടുത്ത് ആ തുക അടക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കരാർ പത്രം എഴുതിക്കോ. എന്താകൂല വലാ തുർസിലൂഹും കല്ലന്നാലന്നാസ്, ജനങ്ങൾക്കൊരു ഭാരമായിട്ട് യാചിക്കാൻ വിടരുത് അവരെ. ഇതാണ് ഇൻ അലിംതും ഫീഹിം ഖൈറാത്ത്. അപ്പൊ അത്രയും കാലം അടുത്ത ഡിസംബറിലേക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ ആ ഡിസംബർ വരെ ഇവൻ പണിയെടുത്ത ശമ്പളം പൈസ, അതിന് കിട്ടുന്ന പൈസ മുതലാളിക്ക് വാങ്ങിയേക്കാൻ പറ്റൂല. കാരണം പണിയെടുത്ത് എല്ല് മുറിയെ പണിയെടുത്തിട്ട് ഇയാൾക്ക് ഇയാളെ മോചനദ്രവ്യം ഒപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ അപ്പോൾ സ്വതന്ത്രനാക്കണം. ഒരു രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം എന്നറിയോ? അബൂ സഈദിനുൽ മഖ്ബുരി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തെ ബനൂ ലൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അദ്ദേഹത്തെ വാങ്ങി. എവിടെ? ദുൽ മജാസ് മാർക്കറ്റിൽ നിന്ന്, അടിമയായി വിൽക്കപ്പെടുന്ന മാർക്കറ്റിൽ നിന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. ആദ്യം അടിമയായിട്ടാണ് ബനൂ ലൈസ് ഗോത്രത്തിലെ ഒരു പെണ്ണിന്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ആ അടിമ പണിയുമായി ആ വീട്ടിൽ ചെന്നു. എന്നെ വാങ്ങിയത് ബി700 ദിർഹമിന്റെ 700 ദിർഹം കൊടുത്തിട്ടാണ്. പിന്നെ ഞാനൊരു ദിവസോ എന്റെ യജമാനത്തിയുമായിട്ടൊരു കരാറിലെത്തി. 40,000 ദിർഹം തന്നാ എന്നെ വിട്ടയക്കുമെന്ന് ചോദിച്ചു. ഓ, ആ 40,000 ദിർഹം തരികയാണെങ്കിൽ ഞാൻ വിട്ടയച്ചോളാന്ന് പറഞ്ഞു. ശരി, അത് ഇത്ര കൊല്ലം കൊണ്ട്, കൊല്ലത്തിനുള്ളിലായിട്ട് ഞാൻ അടച്ചു തരും. ആ കൊല്ലങ്ങൾക്കുള്ളിലായിട്ട് അത് അടച്ചു തരാൻ എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ എന്നെ വിടണം എന്ന് പറഞ്ഞു. വിട്ടു. ജോലി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾക്ക് എവിടെന്നോ അറിയാതെ ഈ സംഖ്യ ഒന്നായിട്ട് ഒപ്പം ഒത്തു കിട്ടി. കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മാസാന്ത ഗഡുക്കളായിട്ടാ വാങ്ങാന്ന് പറഞ്ഞത്, അത് മാസാന്ത ഗഡുക്കളായിട്ട് തന്നെ സ്വീകരിക്കുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ യജമാനത്തിയെ കുറിച്ച് കേസ് ബോധിപ്പിച്ചു അബൂ സഈദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ വിളിച്ചു. ഈ പെണ്ണിനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നീ ഇവനുമായിട്ട് കരാർ പത്രം എഴുതിയിരുന്നോ? അതെ, കരാർ പത്രം എഴുതിയിരുന്നു. ഇത്ര വർഷം കൊണ്ട് തീർക്കാന്നാണ്. അതിന് മാസാന്ത ഗഡുക്കളായിട്ടോ കൊല്ലഗഡുക്കളായിട്ടോ വാർഷിക ഗഡുക്കളായിട്ടോ ആണ് ഞാൻ സ്വീകരിക്കാന്ന് പറഞ്ഞത്. ശരി, എന്നിട്ട് ഇവൻ ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പം എനിക്കത് വാങ്ങാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഞാൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ആ സംഖ്യയായിട്ട് ഇവിടെ വാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനെ അത് വാങ്ങി വെച്ചു. എന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നാലേ നിന്റെ അടിമ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ സ്വതന്ത്രനാണ്. നിന്റെ പൈസ ഇവിടെ ഉണ്ട്. മാസാന്താണോ വേണ്ടത്, കൊല്ലം കൂടുമ്പോഴാണോ വേണ്ടത്, വാർഷിക ഗഡുക്കളായിട്ടാണ് അങ്ങനെയും തരാം, മാസാന്ത ഗഡുക്കളായിട്ടാണെങ്കിൽ അങ്ങനെയും തരാം. അടിമ ഇന്ന് മുതൽ സ്വതന്ത്രനാണ്. അപ്പോൾ ഈ യജമാനത്തി പറഞ്ഞു, എത്രയാ ഉള്ളത് ഇങ്ങോട്ട് എടുത്തോളൂ എന്ന്. ഈ പെണ്ണിന്റെ ഉദ്ദേശമോ ഇത്രയും കാലം ഇവൻ അടിമയായിട്ട് വെക്കണം എന്നായിരുന്നു. അതിന് വളരെ യുക്തമായിട്ടൊരു തീരുമാനം എടുത്തതാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും,
അള്ളാഹ് നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് ആ കരാർ പത്രം എഴുതിയ അടിമകൾക്ക് അവരുടെ മോചനദ്രവ്യം നൽകാൻ നിങ്ങൾക്ക് സഹായിക്കണം. വാതൂഹും, ഇത്രയും ബാധ്യതയുള്ള ആളുകളെ നിങ്ങൾ കൊടുക്കണം. മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹ് തന്ന നിങ്ങളുടെ സ്വത്തിൽ നിന്ന്. അവിടെയൊക്കെ ഒരു പ്രയോഗം നോക്കണം. നിങ്ങളെ സ്വത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത്, അള്ളാഹ് നിങ്ങളെ കയ്യിൽ തന്നേൽപ്പിച്ച സ്വത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഞാനാ പറയുന്നത് കൊടുക്കണം. അപ്പൊ കൊടുക്കാൻ ഏതൊരാൾക്കും മനസ്സുണ്ടാകും. അതിനായി ഇങ്ങനെ പറഞ്ഞത്. അത് സയ്യിദന്മാർക്കും ബാധകമാണ്. ഏത് ഈ അടിമകളെ വെക്കുന്ന യജമാനന്മാർക്കും യജമാനത്തികൾക്കും അത് ബാധകമാണ്. അവർ എന്തെങ്കിലും ഒരു ഭാഗമൊക്കെ ഇളവ് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്ര ചെറിയൊരു ഭാഗമായാലും മതി എന്നൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഏതാവട്ടെ, ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, കാരണം അത് നമ്മുടെ ഇടയിൽ പ്രസക്തമല്ലാത്ത ഒരു വിഷയമാണ്. അടുത്ത ഭാഗം, വലാ തുക്രിഹൂ ഫതയാത്തികും അലൽ ബിഗാ, സ്വതന്ത്രരാക്കി വിട്, അവർ കുടുംബവും ചുറ്റുപാടുമൊക്കെയായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയുന്നു, വലാ തുക്രിഹൂ ഫതയാത്തികും അലൽ ബിഗാ. അന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. അടിമ സ്ത്രീകളെ വെച്ചിട്ട് വേശ്യാലയങ്ങൾ നടത്തുന്ന വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. അവരോട് പറയുന്നു, വലാ തുക്രിഹൂ ഫതയാത്തികും, വേശ്യാലയങ്ങൾ ഇത് നിങ്ങൾ സ്ഥാപിക്കരുത്, നിങ്ങളുടെ യുവതികളെ നിങ്ങൾ നിർബന്ധിക്കരുത്, അടിമ സ്ത്രീകളെ നിങ്ങൾ നിർബന്ധിക്കരുത്. അടിമ സ്ത്രീകൾ എന്നത് അതിന്റെ ആ അവതരണ പശ്ചാത്തലം നോക്കിയിട്ടാണ്. സ്വതന്ത്രരാണെങ്കിലും പറ്റൂല, പക്ഷേ അടിമ സ്ത്രീകളിലായിരുന്നു അന്നത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. പിന്നെ മാത്രമല്ല, ഫതയാത്ത് എന്നാ പ്രയോഗിച്ചത് ഇമാഅക്കും എന്നും അല്ല. അടിമകളിൽ നിന്ന് മാത്രമല്ല, സ്വതന്ത്രരായ യുവ സ്ത്രീകൾക്കും അങ്ങനെ പറയും. യുവതികളെ നിങ്ങൾ നിർബന്ധിക്കരുത്. വലാ തുക്രിഹൂ ഫതയാത്തികും അലൽ ബിഗാ, നിങ്ങൾ തോന്യാസത്തിന്, വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത് കേട്ടോ. ഇൻ അറദ്ന തഹസ്സുന, അവർ ശരിക്ക് സുരക്ഷിതരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ, അവര് പരിശുദ്ധരായി ജീവിക്കണം എന്ന് മോഹിക്കുമ്പോൾ നിങ്ങൾ അവരെ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത് മുതലാളിമാരെ. ലിതബ്തഗൂ അറളൽ ഹയാത്തി ദുനിയാ, ഭൗതിക ലാഭങ്ങൾ മോഹിച്ചുകൊണ്ട്. ലിതബ്തഗൂ അറളൽ ഹയാത്തി ദുനിയാ. ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, ഇതൊക്കെ അല്ലാഹു തആല എത്ര ഭംഗിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൗതിക ലാഭം മോഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത്. എത്രയെത്ര മുസ്ലിം മുതലാളിമാര്, ഞാനിത് പറയുമ്പോൾ ഇതിന്റെ സീഡികൾ ഒരുപാട് സ്ഥലത്ത് പോകും. ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പലരും, നല്ല നല്ല മനുഷ്യന്മാരായി അറിയപ്പെടുന്ന പലരും, അവരുടെ റൂമുകളിൽ, അവരുടെ ബിൽഡിങ്ങുകളിൽ വ്യഭിചാരത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. വ്യഭിചാരശാലകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. അതിന്റെ വരുമാനമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് മാസം തോറും വന്നു വീഴുന്നതെന്നറിയാം. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതിനൊക്കെ മൗനസമ്മതം മൂളുന്ന മുസ്ലിം മുതലാളിമാരുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ, ഈ സെക്സ് റാക്കറ്റ് ഇസ്ലാം ശക്തമായി വിമർശിക്കുകയാണ്. വലാ തുക്രിഹൂ ഫതയാത്തികും അലൽ ബിഗാ, നിർബന്ധിക്കരുത് ട്ടോ. എങ്ങനെയോ ഒരു ജോലി അന്വേഷിച്ച് ചെന്ന ഒരു പെണ്ണിനെ ആയിരിക്കും ഈ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ ജയിലിലേക്ക്. എന്നിട്ട് അവൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരിക്കലും അവൾക്കുടെ ജീവിതത്തിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ വേല അവളെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അവളുടെ മാംസം വിറ്റ് ഇവൻ വലിയ പണക്കാരനായി, വലിയ മുതലാളിയായി നാടുവാഴുമ്പോൾ ഓർക്കണം, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അതാ നരകത്തിന് ഒരു ചുവന്ന തെരു വരാനുണ്ട് എന്ന കാര്യം ഓർക്കണം. അവിടെ വ്യഭിചാരികളും വ്യഭിചാരിണികളും വ്യഭിചാരികളുടെ കൂട്ടിക്കൊടുപ്പുകാരും അവരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് അതാ ഒരു തലം ചീഞ്ചലം, ആ ചീഞ്ചലം ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. സറസറോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഹദീസിന്റെ ശബ്ദം തന്നെ വളരെ കടുപ്പത്തിലാ. ഹദീസൊക്കെ വായിക്കുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടുമെന്ന ഭയമുള്ളത് കൊണ്ടാ പറയാത്തത്. അതാണ് മദ്യപാനികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. മദ്യപിക്കുന്ന സഹോദരന്മാര് ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ കരുതിക്കോ, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്നൊഴുകുന്ന ഈ ചീംജലമാണ് കുടിയന്മാർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. എന്താണത് തമ്മിലുള്ള പൊരുത്തം? ഈ കുപ്പി പൊട്ടിയാൽ പിന്നെ വളകിലുങ്ങാൻ കൂടുതൽ ദൂരമില്ല. അത് പിന്നെ അതിലേക്ക് വഴിവെക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് അല്ലാഹു ശിക്ഷ നൽകുന്നതും പരലോകത്ത് അങ്ങനെ തന്നെയാണ്. ഈ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മറന്നു പോവണ്ട, വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ആലോചിച്ചോളൂ. ഇതാ അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനിൽ മുനാഫിഖുകളുടെ ലീഡറായ
ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം പറയാൻ മുമ്പന്തിയിലുണ്ടായിരുന്ന വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും എന്ന് ഖുർആൻ പറഞ്ഞ മുഖ്യ പങ്കുവഹിച്ച പഹയൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് മദീനയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവനെ മദീനയുടെ രാജാവാക്കാനുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുക. അത്രയും വലിയ മുതലാളിയായിരുന്നു, അത്രയും വലിയ സ്വാധീനമായിരുന്നു ഈ മുനാഫിക്കീങ്ങളുടെ നേതാവായ ഇവനുണ്ടായിരുന്നത്. ഇവനുണ്ടായ പ്രശ്നം അതാ, എൻ്റെ ആ സ്ഥാനം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ബേജാറാ. എപ്പോഴും പ്രശ്നം അതാണ്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞല്ലേ, അതാണ് പ്രശ്നം. ഈ ഒരു സാഹചര്യങ്ങളുടെ വലകളിൽ, കെണിവലകളിൽ, ആ ചങ്ങലകളിൽ മനുഷ്യങ്ങനെ കുടുങ്ങിക്കിടക്കുക. അതിനോട് മോചിതനാവില്ല. അധികാരം നഷ്ടപ്പെടുന്ന ഭയോ, അല്ലെങ്കിൽ സ്വന്തം നാട് നഷ്ടപ്പെടുന്ന ഭയോ, സ്വന്തം കാലിൽ നിന്ന് മണ്ണൊലിപ്പ് നടക്കുമെന്നതുകൊണ്ടുള്ള ഭയോ, ഇതൊക്കെയാണ് പലപ്പോഴും സത്യം അംഗീകരിക്കാനുള്ള ഒരു പ്രയാസം. അടിമത്വം ഉണ്ടായ സത്യം അംഗീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും നിലക്ക് അടിമത്വം ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയണം, പൊട്ടിച്ചെറിയണം. അപ്പോഴേ സത്യത്തെ പുൽകാൻ കഴിയൂ. ഇവനുണ്ടായിരുന്ന ദേഷ്യം അതായിരുന്നു. ഏതാവട്ടെ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മുനാഫിക്കായിട്ട് തന്നെ ജീവിച്ചു. ആ പഹയൻ അവന് 6 സ്ത്രീകളെ വെച്ചിട്ട് കാനലി ഇബ്നു ഉബയ്യിൻ 6 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവന്. 6 ആള്. എന്താണ്, ആരൊക്കെയാണത്? മുആദ, മസീക, ഉമൈമ, അംറ, അർവ, ഖതീല, ഇതൊക്കെ അവരുടെ പേരുകളാണ്. ഈ 6 ആളുകളെ വെച്ചിട്ട് ഇയാളൊരു വേശ്യാലയം നടത്തിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ കൊടി ഇങ്ങനെ സ്ഥാപിക്കും. ആ കൊടി കണ്ടാൽ അറിയാം, എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് കയറി ചെല്ലാൻ പറ്റിയത് ഈ കൊടിയായിരുന്നു ഇതിൻ്റെ ലക്ഷണം. അത് കണ്ടിട്ട് ജനങ്ങൾ പോകൂ, ഇഷ്ടംപോലെ ഉപയോഗപ്പെടുത്തി ഇറങ്ങിപ്പോരൂ. അതിന് കിട്ടുന്ന കാശ് മുതലാളി വാങ്ങിക്കുക. ഇതാ പരിപാടി. അതിൽ മുആദ റളിയല്ലാഹു അൻഹാ, വേശ്യാലയത്തിലെ ഒരു മെമ്പറുടെ പേര് പറഞ്ഞപ്പോൾ നമുക്ക് തെർദിയത്തില്ലാനൊരു പ്രയാസം. മുസ്ലിമായി റളിയല്ലാഹു അൻഹാ. അതുവരെ മുസ്ലിമായിട്ടില്ലായിരുന്നു. മുആദ റളിയല്ലാഹു അൻഹ മുസ്ലിമായപ്പോൾ മുആദ റളിയല്ലാഹു അൻഹക്ക് വ്യഭിചാരം ഹറാമാണല്ലോ പടച്ചോനെ, ഇനി ഇതൊരിക്കലും പറ്റൂല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അംഗീകരിച്ച ആളാണല്ലോ പ്രത്യക്ഷത്തിൽ. അപ്പോൾ നിയമം അംഗീകരിക്കും വേണ്ടി വരും. നബി തങ്ങളുടെ കോടതിയിൽ കേസ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ച് ചോദിച്ചു, അപ്പോൾ സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് കിട്ടുന്ന കാശ് കിട്ടാൻ ഞാൻ പറ്റൂല. എന്ത് വൃത്തികേടാണ്. അവിടെയാണ് ഈ ആയത്തിറങ്ങിയത്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഹസ്സുന. അതിനാണ് അതൊക്കെ വന്നത്. അവർ പാപ സുരക്ഷിതരായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അവര് പരിശുദ്ധി കാത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, എന്നാ പെണ്ണ് പരിശുദ്ധി കാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വിട്ടുകൊടുക്കാമോ? പറ്റില്ല. അപ്പൊ ഇത് പറഞ്ഞത് എന്താണ്? അതിന്റെ അവസരം പറഞ്ഞതാ. അത് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അത് എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഉള്ള ആ സംഗതി അതും കൊണ്ട് വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണ് പരിശുദ്ധി കീപ്പ് ചെയ്യാൻ മോഹിക്കുമ്പോൾ പിന്നെ അതിനെ നിർബന്ധിക്കുമ്പോൾ പൂർണ്ണമായും അവൾ നിർബന്ധിക്കപ്പെടുന്നവളാണ്. ഇവൾക്ക് കുറ്റം ഉണ്ടാവില്ല, അവന് മാത്രമേ കുറ്റം ഉണ്ടാവുള്ളൂ. മറ്റേത് രണ്ടാക്കും കുറ്റം ഉണ്ടാവും. സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടവും കൂടെ അതിലുണ്ടെങ്കിൽ ഇവൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ്. പക്ഷേ സ്വന്തം ഇഷ്ടവും ഉണ്ട്, മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ട്, എന്നാൽ ഈ പെണ്ണിനും കുറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ പെണ്ണിന് കുറ്റമല്ല, ബലാത്കാരം ചെയ്യപ്പെട്ട പെണ്ണിന് വ്യഭിചാരത്തിന്റെ ശിക്ഷയില്ല. അതിനുള്ള ആയത്ത് ഇതാണ്. ഇതായി പറയുന്നത് ഖുർആൻ. എന്ത്? വമൻ യുക്രിഹുന്ന, ആരാണോ ആ പെണ്ണുങ്ങളെ നിർബന്ധിക്കുന്നത്, ബലാത്കാരം ചെയ്യുന്നത്, ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന ഗഫൂറുർ റഹീം, അവർ നിർബന്ധിക്കപ്പെട്ടു എന്നതിന് ശേഷം അള്ളാഹു അവർക്ക് പൊറുക്കുന്നവനും അവരോട് കരുണയുള്ളവനുമാണ് പടച്ച റബ്ബ്. കാരണം നിർബന്ധിക്കപ്പെട്ടവർക്ക് നിയമം ബാധകമല്ല വിശുദ്ധ ഇസ്ലാമില്. അപ്പൊ ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മായൻകുട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിടിച്ചത്, ഷാഹാനമോളെ പീഡിപ്പിച്ചത്. ആ ഷാഹാനമോൾ ഇതിന് ഉത്തരവാദിയല്ല. എത്രയോ ബലാത്കാരങ്ങള്. ആ ബലാത്കാരമാണെങ്കിൽ ചിലപ്പോഴൊക്കെ വളരെ 2 കക്ഷികളിൽ നിന്നും 2 ഭാഗത്തു നിന്നും സമ്മതത്തോടു കൂടെ നടന്നതായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കേസിന് വേണ്ടി ബലാത്കാരം ആകുന്ന ഒരു രൂപമുണ്ട്. അത് ഇതിൽ പെടുത്തൂല. കേസിന് വേണ്ടി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ബലാത്കാരം ആരോപണമായിട്ട് വരിക. കാരണം ലക്ഷങ്ങൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ബലാത്കാരമാവും. ആ സംഗതിയെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ എത്ര എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് ഒരുപാട് സംഭവ പശ്ചാത്തലങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ ഇനിയും ഇതിൽ പറയുന്നുണ്ട്.
പക്ഷെ അതിലേക്ക് വരാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം അങ്ങ് നിർത്തുകയാണ്. അടിമകളെ ഇതിനു വേണ്ടി മാത്രം തീറ്റിപ്പോറ്റിയിരുന്നവരുണ്ടായിരുന്നു, മാംസക്കച്ചവടം നടത്താൻ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റാഫിഉ ഇബ്നു റിഫാഅ പറയാണ്, മജ്ലിസുകളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളുടെ മജ്ലിസിലാണ്. ആ അൻസാരികളുടെ മജ്ലിസിലേക്ക് റാഫിഉ ഇബ്നു റിഫാഅ വന്നിട്ട് പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് നബി തങ്ങൾ അവിടെ ഇല്ല. ഈ മജ്ലിസിലേക്ക് റാഫിഉ ഇബ്നു റിഫാഅ കടന്നു വന്നപ്പോൾ അവർക്കൊരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് ഇന്ന് ഞങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നു. അതെന്താണെന്നറിയോ? ലഖദ് നഹാനാ നബിയുല്ലാഹിൽ യൗം, നബി തങ്ങൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് വിരോധിച്ചു. ഫദക്കറ അശിയാ, കുറേ കാര്യങ്ങൾ എണ്ണി 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 പറഞ്ഞു, ഇതൊക്കെ ഹറാമാണ് 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 ഹറാമാണ്. ആ കൂട്ടത്തിൽ വനഹാ അൻ കസ്ബിൽ അമതി, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അടിമകളുടെ ജോലി എന്താണെന്ന് അന്വേഷിക്കാതെ അവർ കൊണ്ടുവരുന്ന വേതനം നിങ്ങൾ പറ്റരുത്, അവർ കൊണ്ടുവരുന്ന കൂലി നിങ്ങൾ വാങ്ങിവെക്കരുത്. അടിമയെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെ തൊട്ട് നബി വിരോധിച്ചിരിക്കുന്നു. ഇല്ല മാമിലത്ത് ബിയദിഹാ, ഇല്ല മാമിലത്ത് ബിയദിഹാ, അവളുടെ കൈ കൊണ്ട് ചെയ്ത ജോലിക്കല്ലാതെ ജോലിയല്ലാത്തതൊക്കെയും റസൂലുള്ള വിരോധിച്ചിരിക്കുന്നു. വഖാല ഹകദാ ബിഅസാബിഇഹി, എന്നിട്ട് നബിതങ്ങൾ ആ കൈ കൊണ്ട് ചെയ്യുന്ന ജോലിയെ നബിതങ്ങൾ ആംഗ്യ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്താണത്? നഹ്വൽ ഖബ്സി വൽ ഗസ്ലി വൻ നഫ്സി, റൊട്ടി ചുടും പോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, റൊട്ടി പരത്തി ചുടുക, നൂല് നൂൽക്കുക, വൽ ഗസ്ലി വൻ നഫ്സി, അതുപോലെ തന്നെ പരുത്തി കടഞ്ഞു വൃത്തിയാക്കുക. ഇത്തരം കാര്യങ്ങൾ അത് ആംഗ്യ ഭാഷയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. ഇതല്ലാതെ മറ്റു പണികളൊന്നും അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് സാധാരണ അവരെടുക്കുന്ന ഒരു പണിയാണ്. അതല്ലാതെ നിങ്ങൾ ഈ മാംസക്കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ തിന്നരുതേ. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ മുബയ്യിനാത്ത്, നമ്മളിതാ നിങ്ങളിലേക്ക് വ്യക്തമായും ആയത്തുകളെ ഇതാ ഇറക്കി തന്നിരിക്കുന്നു. സൂറത്തുൻ നൂറിലൂടെ കുറെ ആയത്തുകൾ അല്ലാഹു പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മീയ വെളിച്ചം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നു. ആ ആത്മീയ വെളിച്ചം പ്രകാശിപ്പിച്ചു തന്നിട്ട് പടച്ചോൻ പറയാൻ, ഇതുപോലെ സുവ്യക്തമായ കാര്യങ്ങളുടെ നിജസ്ഥിതി വിശദീകരിക്കുന്ന കുറെ ആയാത്തുകൾ നിങ്ങൾക്കല്ലാഹു ഇറക്കി തന്നു, നമ്മൾ ഇറക്കി തന്നു. വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, ഇനി നിങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഈ സൂറയിൽ പരാമർശിച്ചതിന് തന്നെ ഉദാഹരണങ്ങളുണ്ട്. ആദ് സമൂഹവും സമൂദ് ഗോത്രവും അവരൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകളെ ധിക്കരിച്ച് നടന്നപ്പോൾ എന്തു ചെയ്തു എന്ന് ഖുർആനിലൂടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുൻഗാമികളിൽ നിന്ന് ഗുണപാഠങ്ങൾ തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ സൂറയിൽ ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു ആരോപിതനായെങ്കിൽ ബേജാറാവണ്ട, മുമ്പ് ആരോപിതനായ യൂസുഫ് നബിയുടെ കഥ ഖുർആനിൽ തന്നെയുണ്ട് കേട്ടോ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആരോപിക്കപ്പെട്ടെങ്കിൽ ബേജാറാവണ്ട, മുമ്പ് ആരോപിക്കപ്പെട്ട ബീവി മറിയം ഖുർആനിലുണ്ട് കേട്ടോ. വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും വമൗഇളതൻ ലിൽമുത്തഖീൻ. മാത്രമല്ല സൂറത്തുൻ നൂറിലൂടെ ഭക്തന്മാർക്ക് വേണ്ട നല്ല സാരോപദേശം നമ്മളിതാ ഇറക്കിത്തരുന്നു. ആ സാരോപദേശം അല്ലാഹു തുടർന്നു പോവുകയാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ ചൈതന്യമാണ് പടച്ച റബ്ബ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യ യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങൾ എന്ന വിഷയത്തിലേക്കാണ് ഇവിടെ കടക്കുന്നത്. അതും കൂടെ ഒരല്പം ഇന്ന് പറയണം. അതിനുവേണ്ടി ചുരുക്കി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ചുരുക്കലാണ് ഇന്ന് നടത്തിയത്. അപ്പം അതുകൊണ്ട് ഇതും കൂടെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരായത്ത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെങ്കിലേ ഇത് തിരിയുള്ളൂ. അല്ലാഹു നൂറു സമാവാതി വൽ അർളി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു ആകാശഭൂമികളുടെ വെളിച്ചാണ് എന്നാ നേരെ അതിൻ്റെ അർത്ഥം. അല്ലാഹു ആകാശഭൂമികളുടെ വെളിച്ചാണ്. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? കുറെ ആളുകൾ ഇതിന് നേരെ അർത്ഥം ഇങ്ങനെ പറഞ്ഞപ്പോൾ കാണുന്ന വെളിച്ചങ്ങളും കാണുന്ന സംഗതികളും ഒക്കെ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ മനുഷ്യൻ പിഴച്ചു പോകൽ അങ്ങനെയൊക്കെയാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു ആകാശഭൂമികളുടെ സത്യമാണ് പടച്ചോൻ, സനാതന സത്യമാണ് പടച്ചോൻ.
ആകാശഭൂമികളുടെ യാഥാർത്ഥ്യമാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുഫസ്സിറുകളും നൂറ് എന്നതിന് അർത്ഥം കൊടുത്തത് മുനവ്വിർ എന്നാണ്. ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവനാണ്. ഇത് ദൃഷ്ടാന്തങ്ങളാക്കി പടച്ചോനുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നവനാണ് അല്ലാഹു. അതാണ് അതിന്റെ അർത്ഥം. ഒന്ന്, ഇമാം നസഫി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം അത് ഒന്നും കൂടെ ആകർഷകമാണ്. ഇമാം നസഫി കൊടുത്ത അർത്ഥം വളരെ ആകർഷകമാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർളി എന്നതിന് ഇമാം നസഫി കൊടുത്ത അർത്ഥം ഐ ഹഖ്ഖുഹുമാ, ആകാശഭൂമികളുടെ സത്യമാണ് പടച്ചോൻ. ആകാശഭൂമികളുടെ സത്യമാണ് പടച്ചോൻ. അതിന് നൂറ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് സത്യം? ഇത് മുമ്പ് ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചിരുന്നു. ഒരു അഭിമുഖം നടത്തുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനോട് മറ്റൊരു സാഹിത്യകാരൻ ഇങ്ങനെ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം അഭിമുഖം നടത്തുന്ന സമയത്ത് ചോദിച്ചു, അല്ലാഹു നൂറു സമാവാത്തിയിൽ, അപ്പോൾ അത് ആകാശഭൂമികളുടെ ചൈതന്യമാണ് പടച്ചോ എന്ന് പറഞ്ഞു. നൂറ് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കളൊക്കെ കൊടുത്ത ആയത്തിന്റെ താല്പര്യവും അത് തന്നെയാണ്. സത്യമാണ്, അതിൻ്റെ ജീവനാണ് പടച്ചോൻ. ആകാശഭൂമികളുടെ മുഴുവൻ സജീവതക്കും കാരണം അള്ളാഹുവാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർള്. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പടച്ചോനെ പറ്റി പറയാൻ പറ്റൂല. ഇതിങ്ങോട്ട് വിശദീകരിച്ചിട്ട് ധാരാളം പറഞ്ഞു. സാഹിത്യകാരൻ എന്ന നിലക്ക് അദ്ദേഹം ഒരുപാട് പറഞ്ഞു. അണ്ടകടാഹങ്ങൾ, അത് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അത് മുഴുവനും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അതിൻ്റെ ചൈതന്യമാണ് പടച്ചോൻ, അതിൻ്റെ അവസാനത്തെ സത്യമാണ് പടച്ചോൻ എന്ന് പറഞ്ഞപ്പോൾ ഈ മറുപക്ഷത്തിരിക്കുന്ന ആൾ ചോദിച്ചു, അയാൾ നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ്, അയാൾക്ക് അവസരം കിട്ടിയ പണി ഇസ്ലാമിനെതിരെ പേന ജലിപ്പിക്കുന്ന പണിയാ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ഫുൾ പേരിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല, അതും നമുക്ക് വലിയൊരു അനുഗ്രഹം. അല്ലെങ്കിൽ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു പറയാൻ തോന്നിപ്പോകും. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കല്ല, അതുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയാത്തത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ ചോദിച്ചു അദ്ദേഹം, അല്ലാഹു നൂറു സമാവാതി വൽ അർള് എന്നല്ലേ ഖുർആൻ പറഞ്ഞത് വെളിച്ചാണെന്ന്, പിന്നെ നിങ്ങൾ എന്തിനാ ഇത് സത്യമാണ്, ആ ചൈതന്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളച്ചൊടിക്കുന്നത്? അന്ന് ബഷീർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇമാം നസഫിയുടെ ഈ തഫ്സീർ നോക്കിയപ്പോഴാണ് എനിക്ക് ബഷീറിൻ്റെ ആ വാക്കിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. കാരണം ബുദ്ധിയുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ കഴിയും. ബഷീറിനെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു, ബഷീറിനോട് നമുക്ക് യോജിപ്പുണ്ട്, വിയോജിപ്പുണ്ട്. വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടടുത്ത് അത് രേഖപ്പെടുത്തും വ്യക്തമായിട്ട്. ഇവിടെ ഇത് പറയാൻ കാരണം ആ വിഷയം വളരെ ഭംഗിയായിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ വളച്ചൊടിക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇതെന്താ വളച്ചൊടിക്കാൻ ചെമ്പുകമ്പിയാണോ ഖുർആൻ? വളച്ചൊടിക്കാൻ എന്താ ചെമ്പുകമ്പിയാണോ ഖുർആൻ? പദങ്ങൾക്ക് പര്യായ പദങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ അയാളെ പേരങ്ങോട്ട് വിളിക്കാതെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ശ്രദ്ധിക്കുക, അറിയാതെ അങ്ങോട്ട് ചാടുമെന്ന് കരുതിയിട്ട് അയാളുടെ പേര് വിളിച്ചിട്ടാ പറയുന്നത്, ഇത് വളച്ചൊടിക്കാൻ എന്താ ചെമ്പുകമ്പിയാണോ? പദങ്ങൾക്ക് പര്യായ പദം ഉണ്ടാകും. മലയാള ഭാഷ പഠിച്ചിട്ടില്ലേ? വെളിച്ചെന്ന് പറഞ്ഞാൽ വെളിച്ചെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥവും. അവൻ ഈ വീട്ടിലെ വെളിച്ചാണെന്നാണ് വെളിച്ചെന്നല്ല അതിൻ്റെ അർത്ഥവും. ഇതെല്ലാവർക്കും അറിയും. സത്യോ, അതിൻ്റെ സജീവത, അതിൻ്റെ ചൈതന്യം, ഈ വീട്ടിൻ്റെ ജീവനാണവൻ എന്ന അർത്ഥത്തിനൊക്കെ ചിലപ്പോൾ ഈ നാട്ടിൻ്റെ വെളിച്ചായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുമ്പോൾ പറയാം. ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഈ നാട്ടിൽ ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു നമ്മുടെ EN ഉസ്താദ്. എല്ലാവർക്കും അറിയാലോ. എൻ്റെ നാട്ടിൽ നേരത്തെ ദർശനത്തിയ ഞാൻ പറയുമ്പോൾ പറയാം. അല്ലാഹു നൂറു സമാവാത്തിൻ്റെ അവിടെ പറയുമ്പോൾ പറയേണ്ടി വരുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയുള്ള റൂമിൽ അവിടെ ലൈറ്റ് ഉണ്ടാവും. പ്രകാശം, എന്ത് പ്രകാശം? ഈമാനിൻ്റെ പ്രകാശം. അത് അയാളുടെ ജീവിതത്തിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, ഭക്ഷണം കഴിക്കുന്നിടത്ത്, ഭാര്യയായിട്ട് പെരുമാറുന്നിടത്ത്, മക്കളുമായിട്ട് പെരുമാറുന്നിടത്ത്, അങ്ങാടി വരുന്നിടത്ത്, റോട്ടുമ്പോൾ നടക്കുന്നിടത്തൊക്കെ ഉണ്ടാവും. ആ വെളിച്ചം ശരിക്ക് കാണാൻ പറ്റിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും എൻ്റെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ പരാമർശിക്കാറുണ്ട്. എഴുമല ഉസ്താദിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഞാൻ ആലോചിക്കുന്നു, ഇൻഷാ അല്ലാഹ് അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം പറഞ്ഞു പദങ്ങൾക്ക് പര്യായ പദങ്ങൾ ഉണ്ടാകൂടോ? അതാണ് ഖുർആൻ പ്രയോഗിച്ചത്. കാരണം ഖുർആനിൽ വെളിച്ചം എന്ന് സത്യത്തെ കുറിച്ച് പ്രയോഗിച്ച സ്ഥലങ്ങളുണ്ട്. അത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ പറഞ്ഞതാണ് അതിന്റെ മറുപടി. എന്നിട്ട് ഇമാം നസഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിന്റെ അർത്ഥം ആകാശഭൂമികളുടെ സത്യമാണ് പടച്ചോൻ. ആകാശഭൂമികളുടെ സത്യമാണ് പടച്ചോൻ. നൂറിന് വെളിച്ചം എന്നല്ലാതെ സത്യം എങ്ങനെയാ അർത്ഥം പറയുന്നത്? ഖുർആൻ പറയുന്നു. അള്ളാഹുവിനെ പറ്റി മറ്റൊരു സ്ഥലത്ത് പറയുന്നിടത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മനുഷ്യരെ അല്ലാഹു പുറപ്പെടുവിക്കും മിനൽ-ളുലുമാതി, ഇരുട്ടിൽ നിന്ന് ഇലൻ-നൂരി, വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ അവിടെ വെളിച്ചം എന്നല്ല അതിന്റെ അർത്ഥം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന. ഇപ്പൊ നൂറിന് തന്നെ കണ്ടോ നിങ്ങൾ അർത്ഥം മാറിയിരിക്കുന്നത്. മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അതേ രൂപത്തിലാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്.
അതേ ഈ കാണുന്ന ആകാശഭൂമികളൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് പടച്ചോനെ ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലാണ് ആ പറഞ്ഞത്. പടച്ചോൻ ആകാശഭൂമികളുടെ അങ്ങേയറ്റത്തെ സത്യമാണ് പടച്ചോൻ. എല്ലാറ്റിലും ചിന്തിക്കുന്ന ഒരാൾക്ക് അവസാനമായി എത്തിപ്പെടാൻ കഴിയുന്ന അവസാനത്തെ സത്യം, പരമസത്യം അത് പടച്ച റബ്ബായിരിക്കും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്നിട്ട് പറയുന്നു മസലു നൂരിഹി, പടച്ച റബ്ബിന്റെ പ്രകാശത്തിന് ഉദാഹരണം. എങ്ങനെ? അതെന്താണ് ആ പറഞ്ഞത്? എവിടെയാണ് പടച്ച റബ്ബിന്റെ നൂറ് നമ്മിൽ പ്രകടമാകുക? മോമിനിന്റെ ഖൽബിൽ. മസലു നൂരിഹി എന്നതിനെ വ്യാഖ്യാനിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, എന്താണ് ഈ മസലു നൂരിഹി കമിഷ്കാത്ത് എന്ന് പറഞ്ഞത്? ഇതൊക്കെ പലപ്പോഴും മനസ്സിലാകാതെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു സ്ഥലമാണ് ഖുർആനില്. മസലു നൂരിഹി കമിഷ്കാത്തിൻ, മസലു നൂരിഹി ഐ നൂരില്ലാഹില്ലദീ ഹദാ ബിഹിൽ മുഅ്മിന. മൂമിൻ അല്ലാഹു ഹിദായത്ത് കൊടുത്ത ഒരു വെളിച്ചമുണ്ട്, ഈമാനിന്റെ വെളിച്ചം, നൂറുൽ ഈമാൻ. ആ ഈമാനിന്റെ വെളിച്ചത്തിന് ഉദാഹരണം ഏതുപോലെയാണെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മസലു നൂരിഹി ഫീ ഖൽബിൽ മുഅ്മിനി കമിഷ്കാത്തിൻ എന്നാ പറഞ്ഞത്. അത് കൂട്ടിയാണ് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസിയുടെ ഹൃദയത്തിൽ പടച്ച റബ്ബിന്റെ നൂറ് പ്രകടമാകുന്നതിന് ഉദാഹരണം ഈമാൻ, നൂറുൽ ഈമാനാകുന്ന വെളിച്ചം അങ്ങോട്ട് വന്നിറങ്ങിയാൽ, ഹിദായത്തിന്റെ വെളിച്ചം ഒരു വിശ്വാസിയുടെ ഹൃദയം സ്വാംശീകരിച്ചാൽ അവിടെ എന്തുണ്ടാകും? കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, അതൊരു വിളക്കുമാടം പോലെയാണ്. പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങൾ, അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. വിശ്വാസികളെ നമ്മൾ വിളക്കുമാടങ്ങളാവേണ്ടവരാണ്. കമിഷ്കാത്തിൻ, വിളക്കുമാടം പോലെയാണ് വിശ്വാസി. എന്താണ് ആ വിളക്കുമാടത്തിന്റെ പ്രത്യേകത? ഫീഹാ മിസ്ബാഹുൻ, അതിൽ ഒരു വിളക്കുണ്ട്, കത്തിച്ചൊരിക്കുന്ന ഒരു വിളക്ക്. ആ വിളക്ക് നേരെ അങ്ങോട്ട് വിളക്കുമാടത്തിൽ അങ്ങ് വെച്ചിരിക്കല്ല, മറിച്ചോ അൽ മിസ്ബാഹു ഫീ സുജാജ, വിളക്ക് മറ്റൊരു സ്ഫടികക്കൂട്ടിനുള്ളിലാണ്. വിളക്കിന് മറ്റൊരു ചില്ലിൻ കൂടുണ്ട്, ആ ചില്ലിന്റെ കൂട്ടിലാണ് വിളക്കുള്ളത്. ഇതൊക്കെ പറയണമെങ്കിൽ ഒരു പഴയ കാലത്തിലേക്ക് വരേണ്ടി വരും. ഒന്ന് പെട്ടെന്ന് ഞാൻ എന്താണ് പറയാം, ഉദാഹരണം. പഴയ കാലത്തൊക്കെ വീട്ടിൽ വിളക്ക് കത്തിച്ചു വെക്കാൻ ചുമരിൽ ഉണ്ടാകുമായിരുന്നു ഒരു ദ്വാരം ഉണ്ടാകുക. കുറച്ച് പ്രായം ചെന്നോൽക്കേ തിരിയുള്ളൂ. അതിൽ കൊണ്ടുപോയിട്ട് ആ വിളക്ക് കത്തിച്ചേക്കുക. എന്നാൽ ഈ റൂമിലേക്ക് മുഴുവനും ഈ വെളിച്ചത്തെ കേന്ദ്രീകരിക്കും ഈ ഒരു ദ്വാരം, ഈ ഒരു മട അല്ലേ. അത് റൂമിൻ്റെ നടുക്കട് വെക്കുകയാണെങ്കിൽ അത്ര ലേറ്റ് കിട്ടൂല. നേരെ മറിച്ച് അതിൽ കൊണ്ട് വെച്ചാൽ പരമാവധി ആ പ്രകാശങ്ങളെ മുഴുവനും ഈ റൂമിലേക്ക് ഒതുക്കി നിർത്തും. അതായത് ഈ വിളക്കിന് തിളക്കം കൂട്ടാൻ വേണ്ട സംഗതികളതൊക്കെ. ഒരു വിളക്കുമാടം, ആ വിളക്കുമാടത്തിൽ ഈ വിളക്ക് വെച്ചത് അങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടല്ല വെച്ചത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിളക്കിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ നമുക്ക് ഓർമ്മല്ലേ, ഈ ഗ്ലാസ് ഉണ്ടാകും, എന്നിട്ട് അത് പുക പറ്റുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കും. ആ ഗ്ലാസ് അങ്ങോട്ട് കുത്തി കൊടുക്കുന്നതോടുകൂടി അതൊന്നും കൂടെ ലൈറ്റ് പ്രകാശിക്കും. എന്തിനധികം ഒരു മെഴുകുതിരി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒന്നും ഇങ്ങോട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആ കൈ കൊണ്ടൊന്ന് കൊമ്പിൾ കുത്തി കൊടുത്താൽ മുന്നിലേക്ക് ശരിക്കും ലൈറ്റ് ഉണ്ടാവും. അതാണ് വിളക്കുമാടം. എന്നിട്ട് ഈ വിളക്ക് തന്നെ ഒരു സ്ഫടികക്കൂട്ടിലാവുള്ളത്. ആ സ്ഫടികക്കൂട്ടിൽ പുക പുരളാനും മാലിന്യങ്ങളൊന്നും വരാനും പാടില്ല, പൊടിപടലങ്ങളൊന്നും വരാനും പാടില്ല. തെളിഞ്ഞ സ്ഫടികക്കൂട്, ചില്ലിൻ കൂട്, അതിൻ്റെ ഉള്ളിലൊരു വിളക്ക്. ആ വിളക്ക് എടുത്തിട്ട് എവിടെയും വെച്ചിരിക്കുന്നു, വിളക്കുമാടത്തിലും വെച്ചിരിക്കുന്നു. ശരിക്ക് പ്രകാശം ഉണ്ടാകും അതിന്. ഇനി ആ വിളക്കിലൊഴിച്ചിരിക്കുന്ന എണ്ണയോ സൈത്തെണ്ണയാണ്. അതാണ് ഈ പറയാൻ പോകുന്നത്, സൈത്തെണ്ണയാണ്. അൽ മിസ്ബാഹു ഫീ സുജാജ, വിളക്കൊരു സ്ഫടികക്കൂട്ടിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ, ആ സ്ഫടികക്കൂട് കത്തി തിളങ്ങുന്ന പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെയാണ്. കഅന്നഹാ കൗകബുൻ ദുർരിയ്യ് യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന, ബറക്കത്താക്കപ്പെട്ട സൈതൂൻ മരത്തിൽ നിന്നാണ് അതിന്റെ എണ്ണ എടുത്തിരിക്കുന്നത്, അത് കത്തിക്കാനുള്ള ഇന്ധനം എടുത്തത്. അത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ കിഴക്കു ഭാഗത്തേക്കോ ചെരിഞ്ഞു നിൽക്കുന്നതല്ല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിന്നാൽ അത് മൈതാനത്തിന്റെ മധ്യത്തിലല്ലെങ്കിൽ ഒരു മലയുടെ കുന്നിലല്ലെങ്കിൽ എല്ലാ സമയത്തും അതിന് സൂര്യപ്രകാശം ഒരുപോലെ കിട്ടില്ല. അസ്തമിക്കുമ്പോഴോ ഉദിക്കുമ്പോഴോ സൂര്യപ്രകാശം നിഷേധിക്കും. അതുകൊണ്ടാണ് ലാ ശർഖിയ വലാ ഗർബിയ, ഒഴിഞ്ഞ സ്ഥലത്ത് ഈ 12 മണിക്കൂറും അല്ലെങ്കിൽ സൂര്യനുള്ള സമയത്തൊക്കെയും അതിന്റെ പ്രകാശം അസ്തമിക്കുന്ന ഉദയം മുതൽ അസ്തമയം വരെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരത്തിന്റെ എണ്ണ, ആ ഒലീവ് വൃക്ഷത്തിന്റെ ഓയില് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ അറിയും ഇത് സൂര്യപ്രകാശം കിട്ടി വളർന്ന മരത്തിന്റെ എണ്ണയാണോ അല്ലേ. അതാ ഖുർആൻ പറയുന്നത്, ഇത്തരം എണ്ണയാകുമ്പോ അതിന്റെ എണ്ണ തന്നെ പ്രകാശിക്കുമോ എന്ന് തോന്നിപ്പോകും.
അത്രയും നല്ല ശുദ്ധമായ എണ്ണയായിരിക്കും. വലൂലം തംസസ്ഹു നാറുൻ, അതിനെ തീ സ്പർശിക്കണമെന്നില്ല, അത് കത്തിക്കാതെ എണ്ണ തന്നെ കത്തുന്നുണ്ടോ എന്ന് തോന്നും. അതിൽ തീയും കൂടെ കൊളുത്തിയാൽ എത്രയുണ്ടാകും. ആ വിളക്ക് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു സ്ഫടികക്കൂട്ടിനുള്ളിലാണ്. ആ സ്ഫടികക്കൂടിരിക്കുന്നത് ഒരു വിളക്കുമാടത്തിനുള്ളിലാണ്. ഇങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണമായി പ്രഭ പരത്തുന്ന ഒരു വിളക്കുമാടം. ഇതാണ് ഒരു വിശ്വാസി. നൂറുൻ അലാ നൂർ, അവൻ പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, ഡബിൾ പ്രകാശമാകുന്നു അവൻ. ആ വിശ്വാസിയുടെ നെഞ്ചിന്റെ വെളിച്ചത്തെ കെടുത്താൻ ആർക്കും കഴിയില്ല. അപ്പൊ ഇനി ശരിക്കും ആ പറഞ്ഞതൊക്കെ നമ്മളിൽ ഇങ്ങോട്ട് വരും. എങ്ങനെ? വിളക്കുമാടെന്ന് പറഞ്ഞത് ഈ കാണുന്ന ബോഡിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, കാരണം എനിക്ക് വിഷയം ഫീ ബുയൂത്തിൻ എന്നുള്ളിടത്താണ്. കാരണം നമ്മൾ നന്നാകാൻ ആവശ്യമുള്ളത് അവിടെയാണ്. ഒറ്റവാക്കിൽ പറയാണ്, ഈ വിളക്കുമാടെന്ന് പറഞ്ഞത് ഈ കാണുന്ന ബോഡിയാണ്, എൻ്റെ ഈ ശരീരം. ഇനി സ്ഫടികക്കൂട് ഏതാ? ഹൃദയം. ഇതിലുള്ള ഹൃദയമാണ് സ്ഫടികക്കൂട്. അതിൻ്റെ ഉള്ളിൽ കത്തുന്ന ഈമാനാണ് ഏത്? വിളക്ക്. അതാണ് ആ വിളക്ക്. ആ സ്ഫടികക്കൂടിൻ്റെ ഉള്ളിൽ ഈമാൻ കത്തുന്നു. ഇനി അതിൽ എണ്ണയൊഴിച്ചിരിക്കുന്നു. ആ എണ്ണ സൈത്തൂൻ മരത്തിന്റെ നല്ല കത്തിക്കാതെ തന്നെ ശുദ്ധമായ എണ്ണയാണെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും പടച്ചോന്റെ ഭാഗത്ത് നിന്ന് തബ്ലീഗ് എത്താതെ തന്നെ, പ്രബോധനം കിട്ടാതെ തന്നെ, അമ്പിയാക്കൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ, അള്ളാഹു ഇടപെടാതെ തന്നെ ഓരോരുത്തർക്കും അള്ളാഹു തആല വിവേകം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തിരിച്ചറിവ് എന്ന് പറയുന്നത് ഫജഅൽനാഹു സമീഅൻ ബസീറാ എന്ന് പറഞ്ഞ ആ വിവേകം കൊടുത്ത്, ആ വിവേകം കൊണ്ട് തന്നെ കുറെ നല്ലതും ചീത്തയും ഒക്കെ കണ്ടെത്താൻ കഴിയും. അതിൽപ്പെട്ട ആളായിരുന്നു ഗാന്ധിജി. കുറെ നല്ലത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടില്ലേ നിങ്ങൾ ജീവിതത്തിൽ? അതുകൊണ്ട് എല്ലാ നല്ലതും കണ്ടെത്തി. അവസാനം അള്ളാഹു ഇങ്ങോട്ട് ഇടപെടുമ്പോ പിന്നെ അത് നബിയെ, അറ്റമില്ലാത്ത വിവരങ്ങള്, അറ്റമില്ലാത്ത അനുഗ്രഹങ്ങള് നിങ്ങൾക്ക് അങ്ങേക്ക് നമ്മൾ നൽകിക്കഴിഞ്ഞു നബിയേ അള്ളാഹു തആല പറയുന്ന എന്ന് പറഞ്ഞാൽ തീ തൊടാതെ തന്നെ അത് പ്രകാശിക്കുകയാണ്. ആ ഏത് തിരിച്ചറിവ് തന്നെ, ആ മനുഷ്യന്റെ സ്വയം ബോധം തന്നെ. അതിലേക്ക് പ്രബോധനം കൂടാണ്ട് ചെല്ലുമ്പോൾ, വേറൊരാളുടെ ഭാഗത്തു നിന്നുള്ള ഉത്ബോധനം കൂടാണ്ട് ചെല്ലുമ്പോൾ അത് കത്തി അങ്ങോട്ട് ജ്വലിക്കും. അവിടെ ആ നൂറുൻ അലാ നൂർ. നേരത്തെ നൂറാണ്, പ്രബോധനം ചെന്നപ്പോൾ ഒന്നും കൂടെ നൂറായി. അത്തരത്തിലുള്ള നല്ല മനസ്സുകൾ ഒരുപാടുണ്ടാകും. ഈ 5 ദിവസത്തെ വയല് കൊണ്ട്, തുടർന്ന് നടക്കാനുള്ള 5 ദിവസത്തെ വയല് കൊണ്ട് ആ ഉത്ബോധനങ്ങളിലൂടെ നൂറുൻ അലാ നൂറായി കത്തി ജ്വലിക്കാൻ നിൽക്കുന്ന കുറെ ഹൃദയങ്ങളുണ്ട്, ജ്വലിച്ചവരുണ്ട്. ഫോണിൽ നേരിട്ട് വിളിച്ചൊരുപാട് ആളുകൾ സങ്കടം അറിയിച്ചപ്പോൾ എനിക്ക് തോന്നി, പഠിച്ചവനെ വയലുകൊണ്ട് വലിയ മാറ്റങ്ങളുണ്ടല്ലോ, അള്ളാഹു നിലനിർത്തി തരട്ടെ, ഈ സദസ്സിന്റെ ഗുണം അള്ളാഹു അതാക്കി തരട്ടെ, നിലനിർത്തി തരുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ സൈത്തണ്ട എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ സ്വയംബോധത്തെ കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിലാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഈ വെളിച്ചത്തിലേക്ക് അവൻ വഴി ചേർക്കും. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. ജനങ്ങൾക്ക് അള്ളാഹു ഇത്തരം പൊള്ളുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു തരും. എന്തിന്? ജനങ്ങൾ മനസ്സിലാക്കാൻ. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. ആരോട്, എങ്ങനെ, എപ്പോൾ, ഏത് സ്വരത്തില്, ഏതു രൂപത്തിൽ ഉദാഹരണം പറയണമെന്ന് റബ്ബ് തആലക്കറിയാം. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. ഇനി എവിടെയാണ് വിശ്വാസി പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങളാണെന്ന് പറഞ്ഞു. എവിടെയാണ് ഈ പ്രഭ വെളിവാകുക? ചോദ്യമാണല്ലോ. എവിടെയാണ് ഈ നൂറ് കാണാൻ കഴിയുക വിശ്വാസിയുടെ അടുത്ത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദൂവി വൽ ആസ്വാൽ. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അവൻ താമസിക്കുന്ന മുഴുവൻ വീടുകളിലും കാണാം. ഏത് വീടുകളിൽ? അല്ലാഹ് സമ്മതം നൽകിയിരിക്കുന്നു. എന്തിനാ സമ്മതം നൽകിയത്? അം തുർഫ, ആ വീട് കെട്ടിപ്പൊക്കാൻ പടച്ച റബ്ബിന്റെ അനുമതിയുണ്ട്. പടച്ച റബ്ബിന്റെ അനുമതിയോടെ കെട്ടിപ്പൊക്കിയ വീട്ടിൽ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചമുണ്ടായിരിക്കും. വിശ്വാസികൾ ജീവിക്കുന്ന വീട്ടിൽ വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ വീടുകളിൽ അള്ളാഹുവിന്റെ നാമം പറയാൻ സമ്മതവും ഉണ്ട്. അങ്ങനത്തെ വീട്ടിൽ ഇത് കാണും. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള വീട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം പറയാൻ അനുമതിയുള്ള വീട് എന്നതുകൊണ്ട് ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശം പള്ളികളാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനങ്ങളിലാണ്. ആ പറഞ്ഞ തഫ്സീർ തീർത്തും ശരിയാണ്. എന്തുകൊണ്ട്? അത് തെറ്റാകണമെങ്കിൽ പള്ളിയിൽ അള്ളാഹുവിന്റെ നൂറ് ഇല്ലാതിരിക്കണം? അതുണ്ടാകൂലല്ലോ. അള്ളാഹുവിന്റെ നൂറ് എപ്പോഴും പള്ളിയിലുണ്ടാവും.
അതുകൊണ്ട് അവർ പറഞ്ഞ തഫ്സീർ ശരി തന്നെയാണ്, ഭൂരിപക്ഷവും പറഞ്ഞത് ശരി തന്നെയാണ്. പള്ളിയിൽ പ്രകാശം ദുനിയാവിന്റെ ശോലുകളൊന്നും ഇല്ലാതെ ഇബാദത്തിനു വേണ്ടി മാത്രം മാറി നിൽക്കുന്ന, ഇൽമു പറയാൻ, നിസ്കരിക്കാൻ, ദിക്റ് ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ഇതിനൊക്കെ മാറി നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ഈമാനിന്റെ വെളിച്ചം തന്നെയായിരിക്കും. അവിടെ ചെന്നാൽ ഒരു മാപ്പിളയുടെ അടുത്തും ഇരുട്ടുണ്ടാവില്ല. എല്ലാവരിലും വെളിച്ചമാ കാണാൻ കഴിയുക. നല്ലതല്ലാത്തത് പറയില്ല, നല്ലതല്ലാത്തത് ചിന്തിക്കില്ല, നല്ലതല്ലാത്തത് ചെയ്യില്ല. എന്നാ പള്ളിയിൽ വെച്ച് പോലും അനുവദിക്കപ്പെടാത്തത് ചെയ്യുന്നവർ, പള്ളിയിൽ വെച്ച് പോലും അനുവദിക്കപ്പെടാത്തത് പറയുന്നവർ, പള്ളിയിൽ വെച്ച് പോലും അതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ പള്ളിയിലെ ചേറ്റുപടികളിൽ കയറിയിരുന്ന്, തിണ്ണകളിൽ കയറിയിരുന്നിട്ട്, പള്ളിത്തിണ്ണകളിൽ കയറിയിരുന്നിട്ട് വെടിവട്ടം പറയുന്ന കാരണവന്മാരുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. എവിടെ സുഹൃത്തെ ഇനി നമുക്ക് വെളിച്ചമുണ്ടാകുക? നമ്മളെ വീട്ടിലത് പോവട്ടെ, പള്ളിയിൽ തന്നെ വെളിച്ചല്ലെങ്കിൽ, പള്ളിയിൽ നിന്ന് തന്നെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് അശ്ലീലം വിളിച്ചു പറയുന്ന മുസ്ലിയാരാണെങ്കിൽ, പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് വേണ്ടാത്തരം പറയുന്നവരാണെങ്കിൽ, പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് കലഹിക്കുന്ന കാരണവന്മാരും കമ്മിറ്റിക്കാരുമാണെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോ, എവിടെയാ നമുക്ക് വെളിച്ചം കാത്തു സൂക്ഷിക്കാൻ കഴിയുക? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മു. പള്ളിയോട് കാണിക്കേണ്ട ബഹുമാനങ്ങൾ മനഃപൂർവ്വം ഞാൻ ഇവിടെ ചുരുക്കുകയാണ്, വിഷയത്തിന്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പള്ളി അല്ലാഹുവിന്റെ വീടാണ്. ആ ബോധത്തോടുകൂടെ പള്ളിയിൽ പെരുമാറണം. പള്ളിയോട് അനാദരവ് കാണിക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതെന്താ? ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മു എന്ന് പറഞ്ഞെടുത്ത് വിശ്വാസിയുടെ നൂറ് പ്രകടമാകും എന്ന് പറഞ്ഞ വീടേതാണ്? ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയൽ ബുയൂത്തു കുല്ലുഹാ, മുസ്ലിം ഭവനങ്ങൾ മുഴുവനും അതിൽപ്പെടും. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മു. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഈ ഈമാനിന്റെ വെളിച്ചമില്ലേ, നമ്മളോടൊപ്പമുള്ള പ്രഭയില്ലേ, വിശ്വാസത്തിന്റെ പ്രഭ, നൂറുൽ ഈമാൻ, ഇത് പള്ളിത്തിണ്ണയിൽ നിന്നിറങ്ങിയാൽ, പള്ളി കണ്ടിവിട്ടാൽ പിന്നെ ഇവനൊരു ആളൊരു മൃഗമാകുന്ന ചുറ്റുപാട് പാടില്ല. ഇയാൾ അങ്ങാടിയിലാണെങ്കിലും, ഇയാൾ വീട്ടിലാണെങ്കിലും, വീട്ടിലെ ഇയാള് ഡൈനിങ് ഹാളിലാണെങ്കിലും, പ്രൈവറ്റ് റൂമിലാണെങ്കിലും, ഇയാളുടെ ബെഡ്റൂമിലാണെങ്കിലും, സ്വീകരണ മുറിയിലാണെങ്കിലും, എവിടെയാണെങ്കിലും, കിച്ചണിലാണെങ്കിലും, അവിടെയൊക്കെ ഉണ്ടാകും ഈ വെളിച്ചം. ഫീ ബുയൂത്തിൻ, എല്ലാ റൂമുകളിലും എന്ന ഉദ്ദേശം വരാൻ വേണ്ടിയാണ് ഫീ ബുയൂത്തിൻ എന്ന് തന്നെ അള്ളാഹ് പറഞ്ഞത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, എവിടെ നമ്മുടെ വീട്ടിൽ വെളിച്ചോ? ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നു, സ്വീകരണ മുറിയിൽ നിങ്ങൾ എന്നെ ഇരുത്തി. ആ സ്വീകരണ മുറിയിൽ ഇരുത്തുമ്പോ, ഓഫീസ് മുറിയിൽ ഇരുത്തിയ സമയത്ത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞതെന്താ? ഓഫീസ് മുറിയിൽ അതാ വലിയൊരു ഷോക്കേസ് ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ നീങ്ങിയിട്ട് അതിൻ്റെ ചില്ലുകൾ ഇങ്ങനെ നീക്കി നോക്കുമ്പോ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് കാണുകയാണ് ഒരുപാട് പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിൽ താറാവിൻ കുഞ്ഞുങ്ങള്, തവളക്കുഞ്ഞുങ്ങള്, മത്സ്യങ്ങള്, അതുപോലെ തന്നെ സർപ്പങ്ങള്, എന്തൊക്കെയോ കോലങ്ങള് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച വീട്ടില് എവിടെയാണ് ഈമാനിന്റെ വെളിച്ചമുള്ളത്? ഞാൻ പറയുന്നു, ആ ഓഫീസ് റൂമിൽ ഈമാനിന്റെ വെളിച്ചമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ശിക്ഷയുള്ളത് പ്രതിമ നിർമ്മാതാക്കൾക്കാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. ഫോട്ടോയുടെ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രതിമയുടെ കാര്യത്തിൽ ഒരു കുട്ടിയുമില്ല. 6 ഭാഗങ്ങളുള്ള നിഴലുള്ള ഈ തടിയുള്ള പ്രതിമകൾ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കരുത്. നമ്മുടെയൊക്കെ ഷോക്കേസുകൾ ഇന്ന് യഥേഷ്ടം ഇത് ഉറങ്ങുകയാണ്, അല്ലേ? ഇന്ന് തന്നെ പോയിട്ട് നോക്കെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ വീട്ടിൽ ഓഫീസ് റൂമിന് തടസ്സം, ഓഫീസ് റൂമിലെ വെളിച്ചത്തിന് തടസ്സമാകുന്ന പ്രതിമകൾ കുത്തിയിരിപ്പുണ്ടോ? വിശ്വാസിക്ക് പറ്റിയ പണിയല്ല. നബി തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അദാബുള്ളത് ഇവർക്കാണ്. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് ഇതിനെ കണ്ടതല്ലേ? ഏതൊരാൾ ഇന്ന് ചെന്ന് നോക്കിയാൽ ഒരു താറാവിൻ്റെ കുഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വലിച്ചിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ പിന്നെ ഷോക്കേസ് തന്നെ വേണം, അതെന്നെ പൊളിച്ചിട്ടല്ലേ നല്ലത്? കാരണം ഇതൊക്കെ വെക്കാനല്ലേ ഷോക്കേസ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അലങ്കാര വസ്തുക്കൾ വെച്ചോ, അലങ്കാരത്തിന് അലങ്കാര വസ്തുക്കൾ വെക്കുന്നതിന് എതിർപ്പ് പറയുന്നില്ല. പക്ഷേ അത് ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകളാകാൻ പാടില്ല. നല്ലൊരു പുഷ്പം വെച്ചോ, നല്ല ഒരു മര ആവട്ടെ, അതിനൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷേ ജീവനുള്ള ഒരൊറ്റ വസ്തുവിൻ്റെതും ഉണ്ടാവാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്.
ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിലൊക്കെ ശക്തമായി ഇടപെട്ടിരുന്നു. പഴയകാല പണ്ഡിതന്മാർ. ഞാനിപ്പോഴും ആലോചിക്കുന്നു ഈ വേദിയിൽ നിന്ന്. കഴിഞ്ഞ കൊല്ലം പറയുമ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദ് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു മത്സ്യം കണ്ടു, പ്ലാസ്റ്റിക്കിന്റെ പ്രതിമ. ഷോക്കേസിൽ നിന്ന് അത് എടുത്തിട്ട് മുതലാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താന്ന് ചോദിച്ചു. അതൊരു മീനാ ഉസ്താദേ. മീൻ ഒന്നിരിക്കൽ കിണറ്റിൽ, അല്ലെങ്കിൽ കുളത്തിൽ, അല്ലെങ്കിൽ തോട്ടിൽ, അല്ലെങ്കിൽ ചട്ടിയിൽ അത് കൊടുത്തു കൈക്ക്. ഷോക്കേസിൽ വേണ്ട. അദ്ദേഹം അത് മാറ്റി. പിന്നെ എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ശക്തമായി പല സീഡികളിലും ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ്, ഉറപ്പാണ്. കാരണം ഇതിലും വലിയ വിഷയം മാറ്റി നിർത്താൻ പറ്റാത്തതൊക്കെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പലരും പറയുന്നു. ഇതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് ഇത്ര അറിയില്ലായിരുന്നു. ഒരു സഹോദരനോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം സൂറത്തുൻ നൂർ പറയുകയാണെങ്കിൽ എനിക്ക് വലിയൊരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പെടഞ്ഞു, അത് വരൂലായിരുന്നു സാധേന്ന്. ഇങ്ങനെ എന്തെല്ലാം അവസ്ഥകൾ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. പറയുന്നത് കേൾക്കാനുള്ള ഒരു നല്ല മനസ്സല്ലാഹു നമുക്ക് തരട്ടെ. ഇതിനെയൊന്നും ഇന്ന് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പോവാതെ നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതിൻ്റെ ഒന്നും ആളുകളാവാതിരിക്കുക. എവിടെയാണ് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കായിട്ട് ഇറങ്ങിയ അതിലേറെ വിചിത്രമല്ലേ അവസ്ഥ. കാരണം ആ ചെകുത്താൻ്റെ പെട്ടി അവിടെ ഉണ്ട്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കയറി വരിക, വെളിച്ചുണ്ടോ അല്ലേ എന്ന് കാണാം. ഓരോ വീട്ടിലേക്കും നാളങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെറുവാടിയിലെ വീടുകളിലെ, പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെ, നിങ്ങളുടെയൊക്കെ സ്വന്തം വീടുകളിലെ കയറിച്ചല്ലേ. എന്നിട്ടിങ്ങനെ കാണട്ടെ. ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ഈ റിയാലിറ്റി ഷോകളുടെയും സീരിയലുകളുടെയും മുമ്പിൽ, അതിൻ്റെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഭാര്യമാരെയും മക്കളെയും കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയദ്കറ സ്മു, എൻ്റെ വീട്ടിൽ നല്ല വെളിച്ചമുണ്ട്. എവിടെ സുഹൃത്തെ വെളിച്ചവും? നമ്മളാകെ വഷളായിക്കൊണ്ടിരിക്കല്ലേ. എവിടേക്കാണ് നമ്മൾ ഈ പോകുന്നതെന്ന് ആലോചിക്കൂ. ഞാൻ നിങ്ങളുടെ ലൈബ്രറി ശേഖരം, ഒരുപാട് പുസ്തക ശേഖരമുണ്ട് നിങ്ങൾക്ക്. ആ ലൈബ്രറി ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ആ ലൈബ്രറിയിൽ കടന്നപ്പോൾ ഇസ്ലാമിക പുസ്തകങ്ങളൊന്നുമില്ല. അതേസമയം ആ പുസ്തകങ്ങൾ മുഴുവനും ഇക്ലി സാഹിത്യങ്ങളും അശ്ലീലങ്ങളുമാണ്. സുഹൃത്തെ, എവിടെ നമ്മുടെ ലൈബ്രറിയിൽ വെളിച്ചോ? CD ശേഖരം പരിശോധിച്ചപ്പോൾ മുഴുവനും സിനിമാ ഗാനങ്ങളാണ്. ചെറുപ്പക്കാരാ, നിന്റെ വണ്ടിയിൽ കയറിയിട്ട് ഒരു നല്ല CD വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മുഴുവനും തട്ടും പാട്ടും കൊട്ടും അല്ലേ. ഇത് മാത്രമേ വണ്ടികളിൽ ഉള്ളൂ. വെറും സിനിമാ പാട്ടുകളുടെ ഭ്രാന്തന്മാരായി നടക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു, നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് എനിക്ക് അറിയൂല. ഞാനൊരു കാര്യം പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അതിന്റെ പേര് സൂറത്തു ശുഅറാ എന്നാണ്. സൂറത്തു ശുഅറാ, അശ്ശുഅറാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കവികൾ എന്നാണ്. കവികളായ പലരും ഒരുപക്ഷെ സദസ്സിലുണ്ടാകും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. കവിക്ക് താൻ അവതരിപ്പിക്കുന്ന വിഷയം സത്യമാകണമെന്ന നിർബന്ധമില്ല. വിചാരത്തെക്കാൾ കവിക്കെപ്പോഴും പ്രാധാന്യം വികാരത്തിനാണ്. കവിക്കെപ്പോഴും പ്രാധാന്യം യാഥാർത്ഥ്യത്തെക്കാൾ സങ്കല്പത്തിനാണ്. കവിക്കെപ്പോഴും പ്രാധാന്യം ആശയത്തെക്കാൾ പദസൗന്ദര്യത്തിനാണ്. ഇങ്ങനെയൊക്കെയാണ് കവികളുടെ അവസ്ഥ. അതുകൊണ്ടാ നബിതങ്ങളോടല്ല പറഞ്ഞത് നിങ്ങളൊരു കവിയാകാൻ പറ്റിയ ആളല്ല എന്ന് പറയാൻ കാരണം, എങ്കിൽ ദുഷിച്ച കവികളെ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുമുണ്ട്. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറയുന്നു, ഈ അശ്ലീല പാട്ടുകാരില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മൊബൈൽ ഫോണില് ഇന്നും നിങ്ങൾ അല്ലേ എത്രയോ തവണ നോക്കിയിട്ടുണ്ടാവും. മെസ്സേജ് ഇങ്ങനെ വരുമ്പോ നേടൂ സുന്ദരികളുടെ ഫോട്ടോകൾ എടുത്തു നോക്കുമ്പോൾ നമ്മളതാ കാണുന്നത്. എന്നിട്ട് അതിന് നിങ്ങളുടെ പണം കളയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സുന്ദരികളുടെ ഫോട്ടോ കാണാം. നേടൂ നല്ല രസമുള്ള പാട്ടുകൾ. നിങ്ങൾ 1 ഞെക്ക് 2 ഞെക്ക് 3 ഞെക്ക് എന്ന് പറയും. അതിനനുസരിച്ച് ഇങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 30ഉം 40ഉം അങ്ങനെ ചോർന്നു പോകും. നിങ്ങൾക്ക് പുതിയ പുതിയ ഗാനങ്ങൾ ഇങ്ങനെ കിട്ടും. ഹയ്യടാ, ഇപ്പോഴും ഈ ബോറടിച്ച ഗാനവുമായി കൂടുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഡയലോഗിന് മുമ്പിൽ നമ്മൾ കുലുങ്ങിപ്പോകരുത്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നൂറുൽ ഈമാൻ നമ്മൾ വിളക്കുമാഠങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നൂറുന്നല 100 ആർജിച്ചവരാണെങ്കിൽ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ വൃത്തികെട്ട ഗാനങ്ങൾ കയറാൻ പാടില്ല. ഏതെങ്കിലും ഒരു മാന്യൻ നിങ്ങളെ വിളിക്കണമെന്ന് കരുതിയാൽ അയാളുടെ ചെവിയും കൂടെ മലിനപ്പെടുത്തുന്ന പാട്ടുകളാവരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നിങ്ങൾ ഇത്തരം വൃത്തികെട്ട പാട്ടുകളുടെ ഭ്രാന്തികളായി മാറരുത്. സഹോദരന്മാർ ഭ്രാന്തന്മാരായി മാറരുത്. ഖുർആൻ പറയുന്നു, ചീത്ത കവികൾ യത്തബിഉഹും, അവരുടെ പിന്നാലെ പോവുക, അവരുടെ ബാക്കിൽ ഇങ്ങനെ സൈക്കിൾ എടുത്തു കൂടുക.
യത്തബിഉഹുമുൽ ഗാബൂൻ, യത്തബിഉഹുമുൽ ഗാബൂൻ, അവരെ പിൻപറ്റുക കാരാകൂസുകൾ മാത്രമാണ്. ഖുർആനിന്റെ പദപ്രയോഗം എത്ര കടുപ്പമുള്ളതാണ്. കാരാകൂസുകള്, അൽ ഗാബൂൻ, ദുർമാർഗികള്, വൃത്തികെട്ടവര്, വ്യതിചലിച്ചവര് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തമ്മാടികൾക്കല്ലാതെ ഉളുപ്പുകെട്ട പാട്ടിന്റെ ഭ്രാന്തന്മാരായി മാറാൻ പറ്റില്ല. ഈ സംഗീത ഭ്രമത്തിന് ഒരു നിയന്ത്രണം വേണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅൻ യംതലി അജൗഫു അഹദികും ശിഅറാ, ലഅൻ യംതലി അജൗഫു അഹദികും ഖൈഹം വദമാ ഖൈറുൻ ലഹു മിൻ അൻ യംതലി അശ്ഇറാ. നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ ഉള്ളകം അത് ചരവും ചോരയും ചലവും ചോരയും നിറയുകയാണെങ്കിൽ ഹൃദയം കെട്ടിവീർക്കാണ് ചോരയും ചലവും കൊണ്ട്. അതാണ് ഖൈറുൽ ലഹു, അവന് നല്ലത്. മിന്നയ്യം തലിയ ഷീറ, ഒരു അശ്ലീല കവിത കാണാതെ പഠിക്കുന്നതിനേക്കാൾ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണിത്. സംശയിക്കും വേണ്ട. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എവിടുന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മളറിയാതെ ഈ ഒരു ഭ്രാന്ത് നമ്മളിലേക്ക് കടന്നു വന്നത്? ഈ സംഗീത ഭ്രമത്തെ നിയന്ത്രിക്ക്. നിന്റെ മൊബൈൽ ഫോണിൽ വെളിച്ചമില്ല, നിന്റെ വീട്ടിലെ CD ശേഖരത്തിൽ വെളിച്ചമില്ല, നിന്റെ ലൈബ്രറിയിൽ വെളിച്ചമില്ല, നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നാൽ നിന്റെ സ്വകാര്യ ജീവിതത്തിലെങ്കിലും വെളിച്ചമുണ്ടെന്ന് കരുതി അവിടെയും മലിനമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, കൊണ്ടോട്ടിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നോടൊരിക്കൽ പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഉസ്താദേ പഴയ കാലത്തൊക്കെ മണിയറയിലെങ്കിലും ഹലാൽ നടന്നിരുന്നു. കാരണം മണിയറയിൽ ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്താലും നമുക്ക് വിമർശിക്കാനില്ലല്ലോ. ഭാര്യയുടെ പിൻഭാഗത്തുകൂടെ ഭാര്യയെ സമീപിച്ചില്ലെങ്കിൽ, പിന്നിലൂടെ സമീപിച്ചില്ലെങ്കിൽ, ആർത്തവക്കാരിയാകുന്ന സമയത്ത് ഭാര്യയെ സമീപിച്ചില്ലെങ്കിൽ പിന്നെ കുറ്റമൊന്നും പറയാനില്ല, ഒക്കെ ഹലാലാണല്ലോ, പിന്നെന്ത്? അപ്പൊ ഇദ്ദേഹം പറയാണ്, എൻ്റെ അയൽപക്കത്തുള്ള സഹോദരനും സഹോദരിയും കൃത്യമായിട്ട് ഞാനത് കാണേണ്ടി വരികയാണ്, കണ്ടുപോകുന്നു. എൻ്റെ അയൽപക്കത്തുള്ള സഹോദരനും സഹോദരിയും രാത്രി സമയത്ത് അവരവരുടെ വീട്ടിൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നാൽ അവര് ജനവാതിലൊക്കെ തുറന്നിട്ടിട്ട് ബ്ലൂ ഫിലിം ഓടിച്ചുകൊണ്ട് ഈ ചലിക്കുന്ന, ഉടുക്കാത്ത, ഒരു നൂല് പോലും ഇല്ലാത്ത ആണും പെണ്ണും കാട്ടുന്ന കോപ്രായങ്ങള്, അതിനനുസരിച്ച് ഇവരുടെ സ്വന്തം ജീവിതത്തിൽ അത് അനുകരിക്കുന്നവര്, ഇത്തരം വൃത്തികെട്ട ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇവന്റെ ഭാര്യ എന്തു ചെയ്താലും ഹലാലാണ്, പക്ഷേ ഇത് കാണുന്നത് ഹറാമാണ്. എന്തേ അത് മനസ്സിലാക്കാതെ പോയത്? ഈ വൃത്തികെട്ട ഏർപ്പാട് കാണുന്നത് ഹറാമാണ്, ഇതിന് കാശെറിയുന്നത് ഹറാമാണ്, ഈ പരിപാടി ചെയ്യുന്നത് ഹറാമാണ്, ഒക്കെയാണ്. ഇവന്റെ ഭാര്യയുമായിട്ട് എങ്ങനെയോ ആവട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തു പറ്റിപ്പോയി നമുക്ക്? ബെഡ്റൂമിലേക്ക് കിടന്നാൽ അവിടെ ഇരുട്ടാണ്, എവിടെ നോക്കിയാലും ഇരുട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതിൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പം ഈമാനിന്റെ വെളിച്ചമുണ്ടോ ഈ വീട്ടുകാർക്ക് എന്ന് പരിശോധിക്കാൻ കഴിയും. എങ്ങനെയാണത് കഴിയാന്നറിയോ? ഈമാനിന്റെ വെളിച്ചമുണ്ടോ എന്ന് പരിശോധിക്കാൻ നല്ല ഒരു മാർഗമുണ്ട്. അതെന്താ? ആ വീട്ടിൽ എവിടെയാണ് മുസ്ഹഫ് വെച്ചതെന്ന് നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ ഇന്ന് പറയുന്നു, ഇത് പറയുമ്പോൾ ഒരിക്കലും ആസ്ഥാനത്താകുന്നുള്ള പേടി എനിക്കില്ല. ഈ ഇരിക്കുന്നവരിൽ അധിക പേരുടെയും വീട്ടിലെ മുസ്ഹഫ് ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ താഴെയായിരിക്കും. കാലം അവിടെ എത്തി. പഴയ കാലത്ത് അങ്ങനെയല്ല. മദ്രസയുടെ പുസ്തകത്തിന്റെ അടിയിൽ പോലും മുസ്ഹഫ് വെക്കാൻ ഉമ്മയുപ്പയും അനുവദിക്കൂലായിരുന്നു. അവിടെ നിന്നൊക്കെ കാലം പോയി. ഇന്ന് മുസ്ഹഫൊക്കെ എറിഞ്ഞിടത്താണ്. ആ മുസ്ഹഫിനൊരു ബഹുമാനവും കൽപ്പിക്കുന്നില്ല. പഴയ കാലത്ത് ഈ മുസ്ഹഫിനൊക്കെ എന്തൊരു വലിയ ആദരവായിരുന്നു കൽപ്പിച്ചിരുന്നത്. മുസ്ഹഫിനെ നന്നായി ബഹുമാനിക്കണം. എല്ലാ പുസ്തകങ്ങളുടെയും മുകളിൽ ശുദ്ധമായ സ്ഥലത്തായി ഇത് വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് ആരും കയറിക്കൂടാ. കാരണം ഇത് കലാമുല്ലാഹിയാണ്. ഞാൻ പറയുന്ന അധിക വീടുകളിലും മുസ്ഹഫുകൾക്കൊരു നിലയും വിലയുമില്ല. സാധാരണ ഒരു പുസ്തകം എന്നതിലുപരി മുസ്ഹഫിനെ കാണുന്നവർ വളരെ ചുരുക്കമാണ്. മുസ്ലിം ഉമ്മത്തെ നല്ലോണം കരുതി ഇന്ന് തന്നെ പോയിട്ട് എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ നോക്കുക. ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇതിനോടൊക്കെ ഒന്ന് ബഹുമാനം ഉണ്ടാകണം. മുസ്ഹഫ് എവിടെയെങ്കിലും ചെതല് പിടിച്ച് കിടക്കുകയായിരിക്കും. മുസ്ഹഫ് ചെതല് പിടിച്ചത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർ ആ മുസ്ഹഫ് ഓതാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എവിടെയാ നമ്മുടെ വീട്ടിൽ വെളിച്ചോ? ഈമാനിന്റെ വെളിച്ചം എങ്ങനെയാ ഉണ്ടാകുക? മുസ്ഹഫ് ഓതാത്ത ഒരു ദിനമുണ്ടോ? ഖുർആൻ പാരായണമില്ലാത്ത ദിനം നിന്റെ കരിദിനമായി പ്രഖ്യാപിക്കുക. അത് നിന്റെ സുദിനമല്ല. നല്ല നാളാവണമെങ്കിൽ ഖുർആൻ ഓതണം എന്ന ഒരു പ്രതിജ്ഞ ചെയ്യ്. ഈ സദസ്സിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ സഹോദര?
ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം എന്റെ കരിദിനമാണെന്ന് പ്രഖ്യാപിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ നല്ല പ്രതിജ്ഞ ചെയ്യുക. പ്രതിജ്ഞ ഞാൻ നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നില്ല, അത്തരം ആഭാസങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്ത് പ്രതിജ്ഞ ചൊല്ലിച്ചങ്ങ് വിട്ടിട്ട് കാര്യമില്ല. അള്ളാഹു പറഞ്ഞു കുല്ലാ തുഖ്സിമു തഅതും മഅറൂഫാ. ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നൂറിൽ വരുന്നുണ്ട്, പ്രതിജ്ഞ ചെയ്യേണ്ട അനുസരിച്ചാൽ മതി. പ്രതിജ്ഞ ചെയ്തണ്ട് ജോറാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്നാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നന്നാവണ്ടേ? സൂറത്തുൻ നൂർ വരുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. പ്രതിജ്ഞ കൊണ്ട് നന്നാവുകയാണെങ്കിലേ കുല്ലാ തുഖ്സിമു തഅതും മഅറൂഫാ സൂറത്തുൻ നൂറിന്റെ ഒരു ആയത്താണത്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറയാം. അദ്ദേഹം പറയുന്നത്, ഒരു ഉറപ്പെടുക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതത്തിൽ ഞാൻ വെളിച്ചം കാത്തു സൂക്ഷിക്കും. അള്ളാഹു തന്ന ഹിദായത്തിന്റെ വെളിച്ചം ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എത്താൻ കഴിയോ? ഇതാ ഞാൻ ചോദിക്കുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതാ വേണ്ടത്. ഇത് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നോക്കണം. ഈ മുസ്ഹഫിനെ നന്നായി ആദരിക്കണം, എന്നും പാരായണം ചെയ്യണം. ഇതുമ്മൽ വല്ല മാലിന്യമായാൽ ഉടനെ അത് വൃത്തിയാക്കണം. ഇങ്ങനെയാ മുസ്ഹഫുമ്മൽ മാലിന്യമായ വൃത്തിയാക്കണം. ആ മാലിന്യം വൃത്തിയാക്കുന്നിടത്ത് മുസ്ഹഫ് നശിച്ചാലോ? ഇബ്നു ഹജർ ഫത്വ എടുത്തത് നശിച്ചാലും വൃത്തിയാക്കണം എന്നാ. ഏത് പേജ് എന്നെ കീറിപ്പോവുകയാണ്, ആ ചോരത്തുള്ളി അതിന്ന് കളയുമ്പോഴേക്ക്, എന്നാ കീറിയാലും വേണ്ടില്ല, ചോരത്തുള്ളി അവിടെ നിന്ന് നീക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിക്കാൻ തീരുമാനിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി ജീവിതത്തിൽ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ നിങ്ങളൊരു നോമ്പ് തുറക്കാൻ എൻ്റെ അടുത്ത് വരും. ഖുലഫായെ കിറാം വരുന്നുണ്ട്, പ്രഭാഷണം ചെയ്യാൻ പറഞ്ഞു, അങ്ങോട്ട് വരൂ. അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ, ഒരു നോമ്പ് തുറക്കാൻ എന്നിലേക്ക് വന്ന് നോമ്പുകാരനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കൊല്ലപ്പെടുന്ന ദിവസം നോമ്പ് തുറക്കാതെയാണ് വഫാത്താകുന്നത്, ഷഹീദാകുന്നത്. ശത്രുക്കൾ ഉള്ളിൽ കയറി, ശത്രുക്കളെ തടയട്ടെ എന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ വളരെ തന്ത്രത്തിൽ ഉള്ളിൽ കയറി. ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടി ഇങ്ങ് പിടിച്ച് കുലുക്കിയപ്പോൾ പറഞ്ഞു, മോനെ താടി ഒന്ന് വിട്ടൂടെ? നിന്റെ വാപ്പ പോലും ഈ താടി രോമങ്ങളിൽ പിടിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായിലത്ത് തൊട്ടടുത്തുണ്ട്. ഈ രംഗമെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നായിലത്ത് കരയുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ അതാ താടി അങ്ങ് വിട്ടു. താടി വിട്ടിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് നോക്കിയിട്ട് കുന്തം കൊണ്ടൊരു കുത്തങ്ങ് കൊടുത്തു. അപ്പോഴേക്കും മറ്റേയാള് അതാ കുന്തം കൊണ്ട് ചെവിക്കങ്ങ് കുത്തി. അത് ഏകദേശം ഹൽക്കിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തുളച്ച് കയറുകയാണ്. അപ്പോഴേക്ക് രക്തം ഇങ്ങോട്ട് ചീറ്റുന്നു. അപ്പോഴും ഖുർആൻ പാരായണം എന്റെ ഹോബിയാണെന്ന് പ്രഖ്യാപിച്ച ഉസ്മാൻ 3 ഹോബികൾ ഓരോരുത്തരെണ്ണുമ്പോ ഖുർആൻ പാരായണമാണ് എന്റെ ഒരു ഹോബി എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്പോഴും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽ ബഖറ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തു ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിൽ അങ്ങെത്തുമ്പോ നബിയെ ബഹുമാനപ്പെട്ട ഉസ്മാൻ, ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് യഥാർത്ഥത്തിൽ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പറയാ, നിങ്ങളുടെ കാര്യം അവരിൽ നിങ്ങളെ എന്തിനും മതിയായവനായി നമ്മൾ ആക്കി തീർക്കും നബിയെ എന്ന് പറഞ്ഞ ആ ആയത്തില് അതാ ഫസയക്ഫീകഹുമുല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി അവരോട് നമ്മൾ പകരം ചോദിക്കും എന്ന ആയത്ത്. ആ ആയത്ത് വരുമ്പോ ആ ആയത്തിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം അങ്ങോട്ട് ചീറ്റി, ആ ആയത്തിൽ രക്തം അങ്ങോട്ട് പതിഞ്ഞു. കൃത്യമായി ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തില് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണിട്ടുണ്ട്. ആ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നായിലത്തിനോട് പറയുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവാ, ഞാൻ മുസ്ഹഫിൽ നിന്ന് ഈ രക്തം നീക്കിക്കളയട്ടെ എന്ന് പറഞ്ഞയാളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മുസ്ഹഫിനെ നമ്മൾ എങ്ങനെയാണ് അവഗണിക്കുന്നത്? നമ്മൾ ഇന്ന് ഇതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും മറന്നുപോയോ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, പെങ്ങന്മാരെ, മറന്നുപോകല്ല. എത്രത്തോളം എന്നറിയോ നിങ്ങൾ ഇതിനൊക്കെ മഹാന്മാര് പറഞ്ഞ നിയമവശോ? ഉമിനീര് പോലും ഖുർആനിലാക്കരുത്. ഉമിനീര്, കാരണം അത് വൃത്തികെട്ടൊരു സാധനമാണല്ലോ, അത് ഖുർആനിലാക്കരുത്. ഇത് പറയുമ്പോൾ ഈ സദസ്സിൽ അതിന് പ്രാധാന്യം ഉണ്ടെന്ന് കാണുന്നു ഞാൻ. കാരണം ചില ഉമ്മാരുണ്ട് ഖുർആൻ ഇങ്ങനെ ഓതി ഒരു പേജ്, ആ പേജ് ഇങ്ങനെ പൂർത്തിയാകാൻ നിൽക്കുകയായിരിക്കും അല്ലേ? അങ്ങനെ കുറേ ആളുകളുണ്ട്. ഖുർആൻ ഒരു പേജ് ഇങ്ങനെ പൂർത്തിയാകുമ്പോഴേക്ക് ഒന്ന് തുപ്പൽ നനച്ചിട്ട് മറിക്കാനേ, തുപ്പൽ നനച്ച് നീ മുസ്ഹഫ് മറിക്കരുത്. ഉമ്മനോട് പ്രത്യേകം പറയുന്നത് അതൊക്കെ ഒരു ദുശ്ശീലായിട്ട് ഇങ്ങനെ തുടർന്ന് വന്നതാണ്. അതൊരു പേജ് ഇങ്ങനെ ഓതിയാൻ പൂർത്തിയാകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് പോകുന്നതാണ്. എന്നിട്ട് അതുകൊണ്ട് മുസ്ഹഫായിട്ട് മറിക്കും. ഇതുണ്ടാവരുത്. ഇതൊക്കെ മഹാന്മാർ കിതാബുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമദീര് കൊണ്ട് മുസ്ഹഫ് മറിക്കല്ല, അത് അദബ് കേടാണ്.
അപ്പം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ വെളിച്ചം നിലനിൽക്കണം. എന്തിനായി വെളിച്ചം നിലനിൽക്കുന്നത്? നമുക്ക് ആഖിറത്തിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിക്കാൻ കുടുംബസമേതം നമുക്ക് ഈ വെളിച്ചം നിലനിൽക്കണം. വേണ്ടേ? അത് ഇൻഷാ അല്ലാഹ് ഒരു വിഷയവും കൂടെ അതിൽ പറയാനുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് സമയവും കൂടെ. പക്ഷെ അത് പറയുമ്പോഴേക്ക് സമയം വൈകുമോ എന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അത് നാളത്തേക്ക് നീട്ടിവെക്കുകയാണ്.